LSS UHS എക്സാമിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? വിച്ച് മലയാളി റിസീവ്ഡ് പത്മവിഭൂഷൺ അവാർഡ് ഇൻ 2025? MD വാസുദേവൻ നായർക്കാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. 2026 പത്മവിഭൂഷൺ അവാർഡ് മരണാനന്തരം ലഭിച്ച മലയാളി ആരാണ്? ഹു ഈസ് ദ മലയാളി ഹു റിസീവ്ഡ് ദി പത്മവിഭൂഷൺ അവാർഡ് പോസ്റ്റ്മസ്ലി ഇൻ 2026? മുൻ കേരള മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനാണ് 2026 മരണാനന്തര ബഹുമതി ലഭിച്ചത്. 2025 MD വാസുദേവൻ നായർക്ക് തിരിഞ്ഞു പോകരുത്. മൂന്നാമത്തെ ചോദ്യം, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച PR ശ്രീജേഷ് ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത്? ഇൻ വിച്ച് ഫീൽഡ് വാസ് PR ശ്രീജേഷ് ഹു റിസീവ്ഡ് ദി പത്മഭൂഷൺ അവാർഡ് ഇൻ 2025 ഫേമസ്? മുൻ ഹോക്കി താരമായിരുന്നു PR ശ്രീജേഷ്. അടുത്ത നാലാമത്തെ ചോദ്യം, 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാള സിനിമാ നടൻ ആരാണ്? ഹു ഈസ് ദി മലയാളം ഫിലിം ആക്ടർ ഹു റിസീവ്ഡ് ദ പത്മഭൂഷൺ അവാർഡ് ഇൻ 2026? മമ്മൂട്ടിക്കാണ്, അതായത് കലാവിഭാഗത്തിലാണ് 2026 പത്മഭൂഷൺ ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച IM വിജയൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത്? ഇൻ വിച്ച് ഫീൽഡ് വാസ് IM വിജയൻ ഹു റിസീവ്ഡ് ദ പത്മശ്രീ അവാർഡ് ഇൻ 2025 ഫേമസ്? IM വിജയൻ മുൻ ഫുട്ബോൾ താരമായിരുന്നു. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം, കേരളാസ് ഡിസാസ്റ്റർ റിസ്ക് വാർണിംഗ് സിസ്റ്റം, ഇതിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവചം, അതായത് അതിൻ്റെ സ്പെല്ലിംഗ് നോക്കണം. കവചം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 21-നാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? വിച്ച് സിറ്റി വാസ് ഒഫീഷ്യലി അനൗൺസ്ഡ് ആസ് ദ ഓപ്പറേഷണൽ ഹബ് ഓഫ് കേരളാസ് ഫസ്റ്റ് എയർലൈൻ എയർ കേരള? കൊച്ചിയാണ് എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അടുത്ത എട്ടാമത്തെ ചോദ്യം, സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിലുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ, ലെപ്രോസി ഡയഗ്നോസിസ് ക്യാമ്പയിൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് ട്രീറ്റ് ലെപ്രോസി സഫേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. അശ്വമേധം പദ്ധതിയാണ് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നിർണയ ക്യാമ്പയിൻ. അടുത്തത്, 2025 100ാം ജന്മവാർഷികം ആചരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. വിച്ച് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് സെലിബ്രേറ്റഡ് ഹിസ് 100th ബർത്ത് ആനിവേഴ്സറി ഇൻ 2025? രാജാ രാമണ്ണയാണ് 2025 100ാം ജന്മവാർഷികം ആചരിച്ച ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. രാജാ രാമണ്ണ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ അറ്റോമിക് ബോംബ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? ഹു റിസീവ്ഡ് ദ 2024 ഓടക്കുഴൽ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്? ഇത് 2025 ലഭിച്ചു കൊടുത്തത്. K. അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന് 54ാമതാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ. വിച്ച് ആസ്ട്രോനട്ട് വാസ് അവാർഡഡ് ഇന്ത്യസ് ഹയസ്റ്റ് മിലിറ്ററി അവാർഡ് ദി അശോക ചക്ര ഇൻ 2026? ശുഭാംശു ശുക്ലയ്ക്കാണ് 2026 പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി ആരാണ്? വിച്ച് മലയാളി ഹാസ് റിസീവ്ഡ് ഇന്ത്യസ് ഹയസ്റ്റ് മിലിറ്ററി അവാർഡ് ദ കീർത്തി ചക്ര? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണനാണ് കീർത്തി ചക്ര 2026 ലഭിച്ചിരിക്കുന്നത്. അടുത്ത 13ാമത്തെ ചോദ്യം, 2026 ജനുവരി കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത്? വിച്ച് മൈക്രോ ഓർഗാനിസം വാസ് ഡിക്ലെയർഡ് ആസ് ദ സ്റ്റേറ്റ് മൈക്രോബ് ഓഫ് കേരള ഇൻ ജനുവരി 2026?
ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയാണ് 2026 ജനുവരി കേരളത്തിൻ്റെ സംസ്ഥാന മൈക്രോബായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 ജനുവരി 28-നുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വിച്ച് മഹാരാഷ്ട്ര ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഡൈഡ് ഇൻ ദ പ്ലെയിൻ ക്രാഷ് ഓൺ ജനുവരി 28, 2026? ഉത്തരം അജിത് പവാറാണ് 2026 ജനുവരി 28-നുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ടത്. ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി ആയിരുന്നു. അടുത്ത ചോദ്യം, മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയത്? ഹു വൺ ദ 2024 JC ഡാനിയൽ അവാർഡ് ഫോർ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ടു മലയാളം സിനിമ? സിനിമാ നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2026 അത് വിതരണം ചെയ്തത്. അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്, രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ എന്നതിനുള്ള പുതിയ പേരെന്താണ്? വാട്ട് ഈസ് ദ ന്യൂ നെയിം ഫോർ രാജ്ഭവൻ, ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ദി കൺട്രീസ് ഗവർണേഴ്സ്? ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.